ഗൈസ് വെൽക്കം ടു ന്യൂ ബ്ലോഗ്. വൈകുന്നേര സമയം ഷോപ്പിന്റെ ഭാഗത്തിന് ഒരു ഡെലിവറി കൊടുക്കുമ്പോഴാണ് ഈ കാഴ്ച ഉണ്ട്. പൂച്ചക്ക് നിൽക്കാൻ വേണ്ടി ഒരു പെരേനയുടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിലും കഴിഞ്ഞതിന് ശേഷം ഷോപ്പിൽ കുറച്ച് കച്ചറ ഉണ്ടായിക്കൊണ്ട് നേരെ ചാടാൻ വേണ്ടി നേരെ ബാക്കിലേക്കാണ് പോയത്. കച്ചറെല്ലാം ചാടിയതിനു ശേഷം ഷോപ്പിൽ വരുമ്പോൾ ഒരുത്താനയുടെ ബോധം കെട്ട് വീണുകൊണ്ട് ആംബുലൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ആകെ സീനാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ നിസ്കരിച്ചതിന് ശേഷം നേരെ ഡ്യൂട്ടി നിൽക്കി നേരെ റൂമിൽ പോയി ഒന്ന് കടന്നുറങ്ങാന്ന് വെച്ചു. അപ്പോഴാണ് മനസ്സിലായി ചങ്ങായി നാളെ പോകുന്നുണ്ടായിക്കൊണ്ട് പെട്ടിയും കാര്യങ്ങളൊന്നും സെറ്റ് ആക്കണം. അങ്ങനെ പെട്ടിയും കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം നേരെ സാധനം കെട്ടിയതിന് ശേഷം പെട്ടിയും കാര്യങ്ങളും കെട്ടിയതിന് ശേഷം യോൻ പറഞ്ഞു ഫുഡ് കഴിക്കാൻ പോയാലോ. കേട്ട പാതി കേൾക്കാത്ത പാതി ഡ്രസ്സും കാര്യമെല്ലാം മാറ്റി നേരെ വിട്ടതാണ്. പുറത്താണെങ്കിൽ നല്ല തണുപ്പും കാര്യങ്ങളും. സമയമാണെങ്കിൽ ഇപ്പോൾ 1 മണിക്കും നേരെ ഉഡിയിട്ടിട്ട് വന്ന് സെറ്റ് ആട്ടിന് 1 മണിയായിട്ട് ഈ പീടിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്നും പോയിട്ടില്ല. ചങ്ങായിൻ്റെ കാറിൽ ഒരു ഫുഡ് ഉണ്ടായിക്കൊണ്ട് അത് ഇട്ടതിന് ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ദോശ, പൊറോട്ട, ബീഫ്, ചിക്കൻ, മട്ടൺ എല്ലാ സാധനങ്ങളും ടേബിളിൽ വെക്കുന്നേ കണ്ടിട്ട് ഫുഡാണെങ്കിൽ റാഹത്തായി. അതിലും കുടിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ട്രൈ ചെയ്തത് ഈ ചായയാണ്. ഈ ചായ കുടിക്കാൻ വേറൊരു സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലും കഴിഞ്ഞിട്ട് ഈ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് നേരെ പോയതാണ് കയ്യാവാൻ. അങ്ങനെ നേരെ പോയിട്ട് കയ്യെല്ലാം കഴിയുന്നതിന് ശേഷം നേരെ കുറച്ച് ഈട് ചെയ്തിട്ട് ബിസിയെല്ലാക്കിയതിന് ശേഷം നേരെ റൂമിലൊക്കെയാന്ന് വെച്ചു. അങ്ങനെ നേരെ ബിസിയെല്ലാം പറഞ്ഞതിന് ശേഷം നേരെ ഈടുന്ന് വിടാന്ന് വെച്ചു. നേരെ വണ്ടിയിലെടുത്ത് നേരെ വിട്ടതാണ്. റൂമിൻ്റെ നേരെ താഴെത്തിയതിന് ശേഷം നേരെ റൂമിലെത്തിയതിന് ശേഷം സമയമാണെങ്കിൽ 3 മണിയാക്കും. നാളെ രാവിലെ ആണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. നേരെ പോയിട്ട് ഒന്ന് കടന്നുറങ്ങാന്ന് വെച്ചു. ബാക്കി ഇവിടെ നാളെ ബൈ.